നമസ്കാരം. കർക്കിടക മാസത്തിലേക്ക് നാം ഏവരും പ്രവേശിക്കുകയാണ്. ഭക്തിസാന്ദ്രമായ ഒരു മാസം കൂടിയാണ് കർക്കിടക മാസം. ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടതായ മാസം. എന്നാൽ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ശ്രീരാമചക്രത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനായി ഏവരും ചെയ്യേണ്ടത് ശ്രീരാമസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചതിന് ശേഷം ഈ തന്നിരിക്കുന്നതായ നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക എന്നതാണ്. ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ശ്രീരാമസ്വാമിയെ മനസ്സിൽ ധ്യാനിക്കുക. തന്നിരിക്കുന്നതായ നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ശ്രീരാമസ്വാമിയുടെ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. കർക്കിടക മാസ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നമ്പറായ 0 തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. ആരോഗ്യ കാര്യത്തിൽ അല്പം ഉത്കണ്ഠ കടന്ന് വരാവുന്നതായ സമയമാകുന്നു. ആരോഗ്യ കാര്യത്തിൽ അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. ആരോഗ്യവുമായി ബന്ധപ്പെട്ട് മനക്ലേശങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അത് ഒപ്പമുള്ളവരുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ചില ക്ലേശങ്ങൾ വന്നു ചേരാം. എന്നാൽ ഈശ്വരാധീനം ഈ മാസം നിങ്ങൾ വർദ്ധിപ്പിക്കുക. വന്നു ചേരേണ്ട ചില ദൗർഭാഗ്യങ്ങൾ, ദുഷ്കരമായ കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ വർദ്ധിപ്പിക്കുക. കൂടാതെ പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതായ ഒരു സമയം കൂടിയാണ് ഇത്. ഭാഗ്യം അല്പം വർദ്ധിച്ചു എന്ന് വരാം. കൂടാതെ ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളും അല്പം കൂടുതലാകുന്നു. ധനം വന്നതുപോലെ നഷ്ടമാകാനുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാകാം. അത് നിങ്ങളുടെ പ്രവൃത്തിയാലും ചിന്തിക്കാതെ ചില കാര്യങ്ങൾ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നതിനാലുമാണ്. എന്നാൽ ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഇത്തരം പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം കലഹങ്ങൾ വർദ്ധിക്കാം. അത് നിങ്ങളുടെ മനസ്വസ്ഥത നശിപ്പിക്കാം. അത്തരം കാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധ നൽകുക. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. സാമ്പത്തിക ക്ലേശത്തേക്കാൾ മാനസികപരമായ ക്ലേശങ്ങൾ അലട്ടുന്നതായ സമയം കൂടിയായിരിക്കും ഇത്. അതിനാൽ അത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. എന്നാൽ പെട്ടെന്ന് തന്നെ വ്യത്യാസങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇവർ എവിടെ ചെന്നാലും അവർ ഇരിക്കുന്നിടത്ത് പണം നിറയുന്നതായ അവസ്ഥ, ഭാഗ്യം വന്നു ചേരുന്നതായ അവസ്ഥ ഉണ്ടാകുന്നതാണ്. ഇത് മറ്റുള്ളവർക്കും നേട്ടങ്ങൾ നൽകാം. കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നേട്ടങ്ങൾ ഈ മാസം നിങ്ങൾക്ക് നൽകുവാൻ സാധിച്ചു എന്ന് വരാം. വിദേശ യോഗം വന്നു ചേരാം. വിദേശത്ത് താമസിക്കുവാൻ, പഠിക്കുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാവുന്ന ഒരു സമയമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം വിവാഹവുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടു എന്ന് വരാം. വാഹനങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. സന്താനങ്ങളാൽ ചില സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. കർമ്മരംഗത്ത് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഒഴിഞ്ഞു പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം തീർച്ചയായും ഇഷ്ടദേവതാ ക്ഷേത്രത്തിലും, വിഷ്ണു ക്ഷേത്രത്തിലും, ശ്രീരാമക്ഷേത്രങ്ങളിലും, ഹനുമത് ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നതും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതും സർവ്വവിധ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സഹായകരമായി തീരും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. 1 നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ദേവചൈതന്യം ഉള്ളവരാണ് നിങ്ങൾ. ഈശ്വര കടാക്ഷം ഉള്ളവരാണ് എന്ന് തന്നെ നിസ്സംശയം പറയാം. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈശ്വരാധീനവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കുവാൻ സാധ്യത വളരെ കൂടുതലാകുന്നു. ഭാര്യാഭർത്തൃ ജീവിതത്തിൽ എന്നാൽ കലഹങ്ങൾ വന്നു ചേരുവാനും കലഹങ്ങൾ അല്പം വർദ്ധിക്കുവാനും സാധ്യത അല്പം കൂടുതലാണ്. അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടോ
മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ടോ ഇത്തരത്തിൽ തർക്കങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. സ്നേഹം പുറമേ കാണിക്കാത്തതിനാൽ പല പ്രശ്നങ്ങളും വന്നു ചേർന്നു എന്ന് വരാം. അത്തരം കാര്യങ്ങൾ പരിഹരിക്കുക. ശക്തി അല്പം വർദ്ധിക്കുന്നതായ അവസരമാണ് ഇത്. ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങളുടെ മനോബലം വർദ്ധിക്കും. ഭാഗ്യസമയം വന്നു ചേരുമ്പോൾ ഇത് പ്രകടമാകും എന്ന കാര്യം ഓർക്കുക. നിങ്ങൾക്ക് വളരെയധികം ശക്തി ലഭിക്കുകയും ആത്മബലം ലഭിക്കുകയും മറ്റുള്ളവർക്ക് നിങ്ങളെ തോൽപ്പിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥയാണ് ഉണ്ടാവുക. മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കാത്തതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. അത് ഭംഗിയായി തന്നെ പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ബുദ്ധിപരമായ നേട്ടങ്ങൾ കൊയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബുദ്ധിവൈഭവത്താൽ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു എന്ന് വരാം. വലിയ ഉയർച്ച തന്നെ നേടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത്തരത്തിലുള്ള അവസരങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. മറ്റുള്ളവരോട് വളരെയധികം സ്നേഹത്തിൽ പെരുമാറുന്നവരും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന കാര്യം ഓർക്കുക. ശ്രീരാമസ്വാമിയെയും ഭജിക്കുക. ഒപ്പം ഹനുമത് മന്ത്രങ്ങൾ ജപിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. എവിടെ താമസിക്കുന്നുവോ അവിടം വൃത്തിയായി തന്നെ സൂക്ഷിക്കണം, ശുദ്ധിയോടെ തന്നെ സൂക്ഷിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ചില ആഗ്രഹങ്ങൾ വേഗം നടക്കുകയോ അല്ലെങ്കിൽ ചില അവസരങ്ങൾ വന്നു ചേരുകയോ ചെയ്യാം. പുതിയ വീട് എന്ന സ്വപ്നം ഭാഗികമായാണ് എങ്കിലും നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതകളുണ്ട്. പല ലക്ഷ്യങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ പോലും ചിലതിൽ നിങ്ങൾ വിജയിക്കുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. പങ്കാളിയുടെ സാന്നിധ്യം നിങ്ങൾക്ക് ധൈര്യം പകർന്ന് നൽകുന്നതായ സമയമാകുന്നു. അതിനാൽ പല കാര്യങ്ങളും ചെയ്യുവാൻ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പെട്ടെന്ന് ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ശ്രേഷ്ഠരായ വ്യക്തികളായി നിങ്ങൾ മാറും. മനസ്സിന്റെ നന്മയാൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ഈ സമയം തീർച്ചയായും ശ്രീരാമപ്രീതി വരുത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. രാമപ്രീതി വരുത്തുവാൻ ഏവരും തീർച്ചയായും രാമമന്ത്രങ്ങൾ ജപിക്കുകയും രാമായണം പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യുക. സർവൈശ്വര്യപ്രദമാണ്. കൂടാതെ ഈ സമയം ഏകശ്ലോക രാമായണം ജപിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം പ്രത്യേകം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഏകശ്ലോക രാമായണം പാരായണം ചെയ്യുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും ഓർക്കുക. രണ്ടാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ഈശ്വരാധീനം വളരെയധികം ഉള്ള വ്യക്തികളാണ് നിങ്ങൾ. കർമ്മഫലത്താൽ പലവിധ ദുഃഖങ്ങൾ എന്നാൽ അനുഭവിക്കേണ്ടതായി വരുന്നു അല്ലെങ്കിൽ അനുഭവിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ അതിൽ ചിലതിൽ നിന്നും മോചനം ലഭിക്കുകയോ കാഠിന്യം കുറയുകയോ ചെയ്യാവുന്നതുമാണ്. പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ദോഷകരമായ കാര്യങ്ങളെയും വന്നു ചേരുന്ന ദുഃഖങ്ങളെയും മറികടക്കുന്നത് ഈശ്വരാധീനത്താലാണ് അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകളാണ് തെളിയുക എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതിനാൽ തീർച്ചയായും ശ്രീരാമസ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും ഈ സമയം ഭജിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. രാമായണം കേൾക്കുകയോ പാരായണം ചെയ്യുകയോ ചെയ്യുക. ഏകശ്ലോക രാമായണം ജപിക്കുക. നേതൃസ്ഥാനങ്ങളിൽ പ്രത്യേകമായ കഴിവും ആദരവും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. സാമ്പത്തിക ക്ലേശങ്ങൾ അല്ലെങ്കിൽ ചില പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു എന്നത് വാസ്തവമാണ്. ധനം ഇടപാടിനാൽ ചില ശത്രുക്കൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതും അനിവാര്യമാകുന്നു. എന്നാൽ ഈശ്വരാരാധനയാൽ അതെല്ലാം ജീവിതത്തിൽ നിന്നും വളരെയധികം വഴിമാറിപ്പോകും എന്ന കാര്യം പ്രത്യേകമായി നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. എപ്പോഴും ചെറിയ പ്രശ്നങ്ങൾ, സാമ്പത്തികപരമായ ചില പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നു എന്നത് വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈശ്വരാധീനത്താൽ തരണം ചെയ്യുവാൻ അല്ലെങ്കിൽ മറികടക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഇതെല്ലാം തരണം ചെയ്ത് വളർച്ച നേടുവാൻ ജീവിതത്തിൽ സാധിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്ന കാര്യവും പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും അധ്വാനിച്ച പണത്തേക്കാൾ ഭാഗ്യത്താൽ ധനം കൈകളിലേക്ക് വന്നു ചേരുകയും ആ ധനവുമായി ബന്ധപ്പെട്ട് വലിയ നേട്ടങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം.
ജീവിതത്തിൽ ആദ്യ സമയം കഷ്ടതകൾ നിറയുകയും, അതായത് ഈ സമയം നിങ്ങൾക്ക് ആദ്യം കഷ്ടതകൾ നിറയുവാനുള്ള സാധ്യതകളുണ്ട്. രോഗദുരിതങ്ങൾ വന്നു ചേരാം, മനസമാധാനം നഷ്ടപ്പെടാം. എന്നാൽ പിന്നീട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു പരിധിവരെ അനുകൂലമായി തീരും. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. രോഗദുരിതങ്ങളിൽ നിന്നും ഒരു പരിധിവരെ നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതായ സമയങ്ങളും കടന്നു വരും. അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. കൂടാതെ മറ്റുള്ളവരുടെ ഇഷ്ടം പെട്ടെന്ന് നേടിയെടുക്കുവാൻ, മനസ്സിൽ സ്ഥാനം ഉറപ്പിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. എന്നാൽ മറ്റുള്ളവരെ സഹായിക്കുന്നത് മൂലം തിരിച്ചടികൾ ലഭിക്കേണ്ടതായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. കഴിയുന്നത്ര മറ്റുള്ളവർക്ക് സഹായം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. സഹായിച്ചാൽ തിരിച്ചടി ലഭിക്കും. എന്നിരുന്നാൽ പോലും ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. സൽപ്രവൃത്തികൾ ചെയ്യുക. കുടുംബത്തിൽ കലഹമുണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തി മുന്നോട്ട് പോവുക. തീർച്ചയായും ഈ സമയം ശ്രീരാമസ്വാമിയെ നിങ്ങൾ ഭജിക്കുക. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട പല കാര്യങ്ങളിലും കഴിവുകൾ തെളിയിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും പല കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യും. ശത്രുക്കളിൽ നിന്നും ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന വ്യക്തികൾ എന്ന പ്രത്യേകതയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. സമയം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. മൂന്നാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. വളരെയധികം സാമ്പത്തികപരമായ നേട്ടങ്ങളോ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള ചില അനുകൂലമായ കാര്യങ്ങളോ ഈ മാസം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലുള്ള വ്യക്തികളാണ് നിങ്ങൾ. മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ, സൽപ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെ ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ബന്ധങ്ങളിൽ ചില കലഹ സാധ്യതകളുണ്ട്. ആ കാര്യം പ്രത്യേകം ഓർക്കുക. അനാവശ്യമായ കലഹങ്ങളാകാം. അത്തരം കലഹങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്ന കലഹങ്ങൾ അത് നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക. വന്നു ചേരുന്ന ആ കലഹങ്ങൾ അത് മുൻകൂട്ടി കണ്ട് നിങ്ങൾ ഒഴിവാക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. സന്താനങ്ങളാൽ ചില ക്ലേശങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. എങ്കിലും അത് തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നേടുകയോ യാത്രകൾ നടത്തുകയോ ചെയ്യാം. കൂടാതെ ഈ സമയം ദാമ്പത്യ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നത് ശുഭകരമായി തീരും. അതല്ല എങ്കിൽ ചില തർക്കങ്ങൾക്ക് അത് വഴിയൊരുങ്ങാം. ഏത് കാര്യത്തെയും നിയന്ത്രിക്കുവാൻ സാധിക്കും എന്ന കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. തുടക്കത്തിൽ നിങ്ങൾ പതറിപ്പോയി എന്ന് വരാം. അത് സാധിക്കുമോ എന്ന ചിന്ത മനസ്സിലേക്ക് കടന്നു വരും. അല്ലെങ്കിൽ അത്തരത്തിൽ ചില സംശയങ്ങൾ വന്നു എന്ന് വരാം. എന്നാൽ നിങ്ങൾക്ക് അത് നിയന്ത്രിക്കുവാൻ സാധിക്കും. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. മനക്ലേശങ്ങൾ ജീവിതത്തിലൂടെ അത് വഴിമാറുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ഊഹക്കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ട് ചില ലാഭം പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ് ഇത്. പ്രമോഷൻ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സ്ഥാനോന്നതി പ്രതീക്ഷിക്കാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. അല്ലെങ്കിൽ ചില സഹായധനമാണ് എങ്കിലും കൈകളിലേക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉയർച്ച വന്നു ചേരും. നവീകരണം അത് ശരിയായ രീതിയിൽ തന്നെ ബിസിനസ് നവീകരണം ശരിയായ രീതിയിൽ തന്നെ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഭാവിക്കായി പുതിയ കാര്യങ്ങൾ തീരുമാനിക്കുകയും നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുകയും ചെയ്യും. ഭാവി കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കും എന്ന് ചുരുക്കം. സാമ്പത്തിക ഭദ്രതയ്ക്കായി ശ്രമിക്കുകയാണ് എങ്കിൽ അല്പം അനുകൂലമാകുവാനുള്ള കാര്യങ്ങൾ വന്നു ചേരും. അതിനായി ശ്രദ്ധ പുലർത്തണം എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. കുടുംബവുമായി ബന്ധപ്പെട്ട് ഉല്ലാസയാത്രകൾ അല്ലെങ്കിൽ തീർത്ഥാടന യാത്രകൾ തുടങ്ങിയ കാര്യങ്ങൾ, ഇഷ്ടപ്പെട്ട ക്ഷേത്രങ്ങളിലേക്ക് ആഗ്രഹിച്ചതായ ദർശനം നടത്താൻ ആഗ്രഹിച്ചതായ ക്ഷേത്രങ്ങളിലേക്ക് പോകുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. കൂടുതൽ സമയം ചെലവഴിക്കുവാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കും. അതായത് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കുവാനും സമയം കണ്ടെത്തുവാനും സാധിക്കും. അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കും. കർമ്മരംഗത്ത് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം.
മറ്റുള്ളവർ അസൂയപ്പെടും വിധം ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ ശരിയായ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിച്ചില്ല എങ്കിൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ദോഷഫലങ്ങൾ പ്രതീക്ഷിക്കാം. ഈ സമയം ശ്രീരാമസ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും ഭജിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. രാമായണം കേൾക്കുകയോ അല്ലെങ്കിൽ പാരായണം ചെയ്യുകയോ ചെയ്യുക. 4-ാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ഏകാഗ്രത അല്പം നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. മനസ്സിൽ പല കാര്യങ്ങളും ചിന്തിക്കുകയും പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യും എങ്കിലും പലതിലും മനസ്സ് ഉറപ്പിക്കുവാൻ സാധിക്കാത്തതായ സ്ഥിതിവിശേഷമാണ് വന്നു ചേരുക. മനോബലം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ശ്രീരാമസ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും ഭജിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കും. ശാരീരികപരമായ ചില ക്ലേശങ്ങൾ വന്നു ചേർന്നു എന്നിരുന്നാൽ പോലും അത് തരണം ചെയ്യുവാൻ സാധിക്കും. അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ ഒരിക്കലും ഭയപ്പെടാൻ പാടുള്ളതല്ല. ശത്രുക്കളെ നിങ്ങൾക്ക് ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ സാധിക്കും. എന്നിരുന്നാലും അശ്രദ്ധയാൽ ചില പ്രശ്നങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തുക. സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ പോസിറ്റീവായ ചിന്തകളാണ് നിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ളത്. നെഗറ്റീവായ ചിന്തകളിലേക്ക് മനസ്സ് പോയി എന്ന് വരാം. അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. സാമ്പത്തികപരമായ ചില ക്ലേശങ്ങൾ ഒഴിവാക്കുകയും ഭാവിയിൽ നിങ്ങൾക്ക് അനുകൂലമാകുന്ന പല കാര്യങ്ങളും സംഭവിക്കുകയും ചെയ്യാം. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാണ്. ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യം ഓർക്കുക. അതിനായി ചില പരിശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അതിൽ വിജയം കാണുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കർമ്മരംഗത്ത് നേട്ടങ്ങൾ, ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ വന്നു ചേരുന്ന ചില തടസ്സങ്ങളെ ഫലപ്രദമായി ഒഴിവാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. എന്നാൽ മനസാന്നിധ്യം അനിവാര്യമാണ്. ഏത് കാര്യത്തിലും വിജയിക്കുവാൻ സാധിക്കും എന്ന ചിന്തയും അനിവാര്യം തന്നെയാകുന്നു. വിദ്യയിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതായ സമയമാകുന്നു. ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ പല കാര്യങ്ങളിലും അനാവശ്യമായ ഭയം മനസ്സിലേക്ക് കടന്നു വരാം. അത്തരം വന്നു ചേരുന്ന ഭയം ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ അത് നിങ്ങളുടെ രോഗദുരിതങ്ങൾ, കഷ്ടതകൾ ഇരട്ടിപ്പിക്കുവാൻ സാധ്യത കൂടുതലാക്കുന്നു അഥവാ വർദ്ധിപ്പിക്കുന്നു. ഈശ്വരാധീനമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ആ ഈശ്വരാധീനം നിങ്ങൾ നാൾക്ക് നാൾ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ഈശ്വരവചനം മുടങ്ങാതെ നിങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ചും ശ്രീരാമസ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും ഈ സമയം ഭജിക്കുന്നത് സർവ ഐശ്വര്യപ്രദമാണ്. ഇരു ദേവതകളെ ആരാധിക്കുന്നതിനോടൊപ്പം രാമായണം പാരായണം ചെയ്യുന്നതും രാമായണ പാരായണം കേൾക്കുന്നതും ഏകശ്ലോക രാമായണം ജപിക്കുന്നതും സർവ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും. സ്വയം എപ്പോഴും ഉയർച്ചയ്ക്ക് തടസ്സമാകുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. അത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമാക്കി മാറ്റുവാൻ സാധിക്കും. നെഗറ്റീവായ ചിന്തകൾ പൂർണ്ണമായും നിങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക. അതല്ല എങ്കിൽ അർഹമായത് പലതും നിങ്ങൾക്ക് നഷ്ടമാകുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം പ്രത്യേകിച്ചും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. കൂടാതെ മഹാക്ഷേത്രങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ക്ഷേത്രങ്ങളിൽ പോകുവാനുള്ള അവസരങ്ങളും വന്നു ചേരും. ഇത്തരം കാര്യങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും ഈ മാസത്തിൽ അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കും.